നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് കമ്പനിയെ കുറിച്ചിട്ടൊക്കെ ചെറിയൊരു വിവരണം തന്നിട്ടുണ്ടായി. ഇപ്പോൾ ഈ വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളുടെ പ്രോഡക്ട്സിൽ സെപ്റ്റി ടാങ്ക്, RCC, ഹോം പൈപ്സ്, അതുപോലെ വാട്ടർ ടാങ്കുകൾ, ഇതാണ് 3 പ്രോഡക്ട്സ് പറഞ്ഞത്. അതിൽ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ സെപ്റ്റി ടാങ്കിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സെപ്റ്റി ടാങ്ക് നമുക്ക് അതിൻ്റെ മേക്ക് വന്നിട്ട് RCC മേക്കിങ്ങിലായിരിക്കും, അതായത് കോൺക്രീറ്റ് കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഷേപ്പ് വന്നിട്ട് സിലിണ്ടറിക്കലായിരിക്കും. അപ്പം നമുക്ക് സെപ്റ്റി ടാങ്ക് 3 കാറ്റഗറിയാണ് നമുക്കുള്ളത്. അതിൽ 3 കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫസ്റ്റ് കാറ്റഗറി സ്റ്റാൻഡേർഡ് സെപ്റ്റി ടാങ്കുകൾ അഥവാ നോർമൽ സെപ്റ്റി ടാങ്കുകൾ, രണ്ടാമത്തത് വെച്ചിട്ട് ബയോ സെപ്റ്റി ടാങ്കുകൾ, മൂന്നാമത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കോ ബയോ സെപ്റ്റി ടാങ്കുകൾ. അപ്പോൾ ഈ 3 ടാങ്കുകളും അതിൻ്റെ ഫങ്ഷൻ വെച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. ഇതിൻ്റെ എല്ലാം ഈ 3 ടാങ്കുകളും കോമൺ ആയിട്ട് അത് RCCയിൽ, അതായത് കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ സിലിണ്ടറിക്കൽ ഷേപ്പായിരിക്കും അതിന് ഉണ്ടാകും. നമ്മൾ ഈ 3 ടാങ്കുകളുടെ ഒരു വ്യത്യാസം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ടാങ്കായ സ്റ്റാൻഡേർഡ് ടാങ്കുകൾ, സ്റ്റാൻഡേർഡ് സെപ്റ്റി ടാങ്കുകൾ, അത് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ സാധാരണ വച്ചിരിക്കുന്നത് കാണാറുണ്ട്. സ്റ്റാൻഡേർഡ് സെപ്റ്റി ടാങ്കുകളാണ് മിക്ക വീടുകളിലും വച്ചിരിക്കുന്നത്. ഈ ടാങ്കുകൾ എന്ന് പറഞ്ഞാൽ 3 അറകളുണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ വില വന്നിട്ട് കുറച്ച് മറ്റ് 2 കാറ്റഗറീനെ അപേക്ഷിച്ചിട്ട്, അതായത് ബയോനും എക്കോനെയും അപേക്ഷിച്ചിട്ട് കുറവായിരിക്കും. അതേപോലെ തന്നെ ഈ ടാങ്കുകളുടെ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ടാങ്കുകളുടെയും ബേസ് ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ഫംഗ്ഷനാണ്, അതായത് ബയോളജിക്കൽ ഫംഗ്ഷനാണ് ഈ സെപ്റ്റി ടാങ്കിൽ നടക്കുന്നത്. ഏത് സെപ്റ്റി ടാങ്കിലും, അത് എന്ത് നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടാണെങ്കിലും മറ്റ് കോൺക്രീറ്റിലാണെങ്കിലും മറ്റെങ്ങനെ നിർമ്മിച്ച ടാങ്കാണെങ്കിലും കൺവെൻഷണൽ ടാങ്ക് ആണെങ്കിലും എല്ലാത്തിലും നമുക്ക് ഈ ബയോളജിക്കൽ ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഈ നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ് ഇല്ലാതായി പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ടാങ്കിൽ വരുമ്പോൾ ഈ ബയോളജിക്കൽ ഫംഗ്ഷനെ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഈ 3 ടാങ്കുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ടാങ്ക്, സ്റ്റാൻഡേർഡ് ടാങ്കുകളിൽ ബയോളജിക്കൽ ഫംഗ്ഷൻ തുടങ്ങാനായിട്ട് തന്നെ കുറച്ച് താമസം പിടിക്കും. കാരണം നമ്മൾ ടാങ്ക് വെച്ച് ആ ടാങ്കിൽ ഫുൾ വെള്ളം നിറച്ച് അതിനുശേഷം ആ ടാങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ് ഫില്ല് വന്ന് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിനകത്ത് ബാക്ടീരിയാസ് ജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് ക്ലീനിങ്ങും സ്റ്റാർട്ട് ചെയ്യും ഒരേപോലെ തന്നെ. അപ്പോൾ കുറേ ബാക്ടീരിയ അവിടെ ചത്തുപോകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയാസ് അതിനകത്ത് ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഫംഗ്ഷനൊക്കെ വളരെ വ്യത്യാസം വരും. അതായത് അതിനകത്ത് സ്ലഡ്ജൊക്കെ അടിയാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അങ്ങനെ സ്ലഡ്ജ് അടിഞ്ഞ് കുറേശ്ശെ, അതായത് നമുക്ക് വരുമ്പോൾ എപ്പോഴും ഒരു 30% ഒക്കെ സ്ലഡ്ജ് അതിനകത്ത് ഉണ്ടാവും. അതങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ആ ടാങ്കുകൾ ഫില്ലാവാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം നമ്മളുടെ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ബയോസെപ്റ്റി ടാങ്ക് ആണെങ്കിൽ കുറച്ച് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് ബാക്ടീരിയ നമ്മൾ അഡീഷണൽ കൊടുക്കുകയാണ്, അഡീഷണൽ ട്രീറ്റ്മെൻറ്റ്. സെയിം ടാങ്ക് തന്നെയായിരിക്കും നമ്മൾ ഈ ബയോ ടാങ്കിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനകത്ത് ബാക്ടീരിയ നമ്മൾ അഡീഷണൽ ഫില്ല് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫങ്ഷൻ കുറച്ച് ഫാസ്റ്റ് ആവും. സ്റ്റാൻഡേർഡ് ടാങ്കുകളെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ബയോളജിക്കൽ ഫങ്ഷൻ വളരെ ഫാസ്റ്റ് ആവുകയും ചെയ്യും. അതനുസരിച്ച് സ്ലഡ്ജ് അടിഞ്ഞു കൂടാതിരിക്കുകയും ചെയ്യും, സ്ലഡ്ജ് അടിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ടാങ്കിന് കുറച്ചുകൂടി ലൈഫ് കൂടുതലായിരിക്കും, മറ്റ് ടാങ്കിനെ അപേക്ഷിച്ചിട്ട് ലൈഫ് കൂടുതലായിരിക്കും. പിന്നെ മൂന്നാമത്തെ കാറ്റഗറിയായ എക്കോ ബയോ സെപ്റ്റി ടാങ്ക് എന്ന് പറയുമ്പോൾ വ്യത്യാസം വരുന്നത് അതിൻ്റെ കൺസ്ട്രക്ഷനിൽ വ്യത്യാസം വരും. കാരണം ആദ്യത്തെ 2 ടാങ്കുകൾ ഒരേ ടാങ്കുകളായിരിക്കും, ബാക്ടീരിയൽ ഫംഗ്ഷൻ മാത്രമേ വ്യത്യാസം വരുള്ളൂ. പക്ഷെ മൂന്നാമത്തെ ടാങ്കിൽ ബാക്ടീരിയൽ ഫംഗ്ഷനും വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ അതിനകത്ത് അതിൻ്റെ ഇന്റേണൽ സെറ്റിങ്സ് ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ എന്താണ് ഈ ബയോ ടാങ്കും എക്കോ ബയോ ടാങ്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബയോ ടാങ്കിനേക്കാൾ എഫിഷ്യൻസി എക്കോ ബയോ ടാങ്കിന് കൂടുതലായിരിക്കും. അതേപോലെ അതിൻ്റെ ലൈഫും കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന മെയിൻ്റനൻസ് ചെലവും എക്കോ ബയോ ടാങ്കിനെ അപേക്ഷിച്ചിട്ട് കുറവായിരിക്കും. പിന്നെ വരുന്ന ഈ ട്രീറ്റ് ചെയ്യപ്പെടുന്ന വെള്ളം, അതായത് എക്കോ ബയോയിലൂടെ വരുന്ന വെള്ളത്തിന് പ്യൂരിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ആ ട്രീറ്റ് ചെയ്യുന്ന ഓവർഫ്ലോ ടാങ്കിൻ്റെ ഒക്കെ ലോഡ് കുറവായിരിക്കും. മറ്റ് ടാങ്കുകളെ അപേക്ഷിച്ചിട്ട് ഓവർഫ്ലോ ടാങ്കിന് ലോഡ് കുറയും. അതനുസരിച്ചിട്ട് ഓവർഫ്ലോ ടാങ്കിൻ്റെ ലൈഫും കൂടി കൂടുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബഡ്ജറ്റ് കൂടുതലായെങ്കിൽ കൂടിയും എക്കോ ബയോ ടാങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി ലൈഫ് അതിനകത്ത് വ്യത്യാസം വരും. സെപ്റ്റി ടാങ്കിൻ്റെ മെയിൻ്റനൻസും ലൈഫൊക്കെ വ്യത്യാസം വരും. അപ്പോൾ സ്റ്റാൻഡേർഡ് സെപ്റ്റി ടാങ്കുകളുണ്ട്, ബയോ സെപ്റ്റി ടാങ്കുകളുണ്ട്, എക്കോ ബയോ സെപ്റ്റി ടാങ്കുണ്ട്. ഈ 3 കാറ്റഗറിയാണ് നമുക്ക് പ്രധാനമായിട്ട് ഉള്ളത്. ഇനി ഇതിനെ കുറിച്ചിട്ടുള്ള അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടി നമ്മൾ കൊടുക്കുന്നതായിരിക്കും.